മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ടെക്സ്റ്റിലെ പേജ് നമ്പർ 28 മൂന്നാമത്തെ പാരഗ്രാഫ് മുതലാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദ ബാക്ക് ഡോർ ഓപ്പൺഡ് വിത്ത് എ ഷാർപ്പ് ക്ലാങ് ആൻഡ് സർബോജിയ വാസ് ഹേർഡ് കോളിംഗ് ഔട്ട്. ദുർഗ, ഓ ദുർഗ. ഡോർ വാതിൽ. ഓപ്പൺഡ് തുറന്നു. ഷാർപ്പ് ക്ലാങ് ഡോറ് തുറക്കുന്ന സൗണ്ടിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലാങ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർബോജിയ ദുർഗയുടെയും അപ്പുവിൻ്റെയും അമ്മയുടെ പേരാണ് സർബോജിയ. ഹേർഡ് കേട്ടു. കോളിംഗ് വിളിക്കുക. ദ ബാക്ക് ഡോർ ഓപ്പൺ വിത്ത് എ ഷാർപ്പ് ക്ലാങ് ആൻഡ് സർബോജിയ വാസ് ഹേർഡ് കോളിംഗ് ഔട്ട്. ദുർഗ, ഓ ദുർഗ. പുറകിലെ വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ടു. പുറകിൽ ദുർഗയുടെ അമ്മ ദുർഗയെ വിളിക്കുകയാണ്. ദുർഗ, ഓ ദുർഗ. ദുർഗയെ ഉറക്കെ വിളിക്കുകയാണ്. ദാറ്റ്സ് മാ കാളിംഗ്. ക്യുക്ക് ഗോ ആൻഡ് സീ വാട്സപ്പ്. മാ എന്നുദ്ദേശിക്കുന്ന അമ്മ എന്നർത്ഥം. കോളിംഗ് വിളിക്കുക. ക്യുക്ക് പെട്ടെന്ന്. ഗോ പോകൂ. സീ നോക്കൂ. വാട്സപ്പ് എന്താണ് സംഭവിച്ചത്. അപ്പോൾ ദുർഗ പറയാണ് അത് അമ്മയാണ് വിളിക്കുന്നത്. പെട്ടെന്ന് പോയിട്ട് എന്താണ് അവിടെ എന്ന് നോക്കൂ. ഫിനിഷ് ഇറ്റ് അപ്പ് ഓവർ ദർ. നോ വെയിറ്റ്, യു ഹാവ് ഗോട്ട് ഗ്രെയിൻസ് ഓഫ് സോൾട്ട് ഓൾ ഓവർ യുവർ മൗത്ത്. വൈപ്പ് ദം എവേ ഫസ്റ്റ്. ഫിനിഷ് പൂർത്തിയാക്കുക. ഗ്രെയിൻസ് ധാന്യം. സോൾട്ട് ഉപ്പ്. മൗത്ത് വായ. വൈപ്പ് തുടയ്ക്കുക. ഫിനിഷ് ഇറ്റ് അപ്പ് ഓവർ ദർ. നോ വെയിറ്റ്, you have got grains of salt all over your mouth. Wipe them away first. അപ്പോൾ ദുർഗ പറയാണ് പെട്ടെന്ന് കഴിക്ക്. നിന്റെ വായിൽ ഉപ്പിൻ്റെ തരികളുണ്ട്, അതെല്ലാം പെട്ടെന്ന്. ദുർഗ heard her mother call out yet again, but there was no way she could reply for her mouth was quite full. Heard കേട്ടു. മദർ അമ്മ. കോൾ വിളിക്കുക. yet ഇതുവരെ. എഗെയിൻ വീണ്ടും. റിപ്ലൈ മറുപടി. ക്വയറ്റ് തികച്ചും. ദുർഗ ഹേർഡ് ഹെർ മദർ കോൾ ഔട്ട് യെറ്റ് എഗെയിൻ. ദുർഗ അമ്മ വീണ്ടും വിളിക്കുന്നത് ദുർഗ കേട്ടു. ബട്ട് ദർ വാസ് നോ വേ ഷീ കുഡ് റിപ്ലൈ ഫോർ ഹെർ മൗത്ത് വാസ് ക്വയറ്റ് ഫുൾ. പക്ഷേ ദുർഗയ്ക്ക് മറുപടി പറയാൻ പറ്റില്ലായിരുന്നു. കാരണം ദുർഗയുടെ വായിൽ മാങ്ങ ഫുൾ നിറഞ്ഞിരിക്കുകയാണ്, അത് കഴിച്ച് തീർന്നിട്ടില്ല. ഷീ ബിഗാൻ furiously devouring the slices of pickled mango. Began ആരംഭിച്ചു. Furiously ക്രോധത്തോടെ അല്ലെങ്കിൽ ദേഷ്യത്തോടെ. Devouring വിഴുങ്ങുക. Slices കഷ്ണങ്ങൾ. Pickled mango അച്ചാറിട്ട മാങ്ങ. She began furiously devouring the slices of pickled mango. ദുർഗ പെട്ടെന്ന് തന്നെ ആ മാങ്ങ വായിൽ പൂർണ്ണമായും ചവയ്ക്കാതെ തന്നെ വിഴുങ്ങാൻ തുടങ്ങി. When she found that she still had many left, she hid behind the trunk of the jackfruit tree and started to gobble up the rest. Found കണ്ടു. Still ഇപ്പോഴും. Left ബാക്കിയുള്ള. Hid ഒളിപ്പിച്ചു. Behind പിറകിൽ. Jackfruit tree പ്ലാവ്. Started തുടങ്ങി. Gobble വിഴുങ്ങുക. Rest ബാക്കിയുള്ള. When she found that she still had many left, she hid behind the trunk of the jackfruit tree. ദുർഗയുടെ കയ്യിലുള്ള മാങ്ങ ഇനി ഒരുപാട് അവശേഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ദുർഗ ബാക്കിയുള്ള മാങ്ങയച്ചാറ് അവിടെയുള്ള പ്ലാവിൻ്റെ മരത്തിൽ ഒളിപ്പിച്ചു വെച്ചു. ആൻഡ് സ്റ്റാർട്ടഡ് ടു ഗോബിൾ അപ്പ് ദ റെസ്റ്റ്. വായിലുള്ളത് പെട്ടെന്ന് തന്നെ മിഴുങ്ങാനും തുടങ്ങി. അപ്പു സ്റ്റുഡ് ബിസൈഡ് ഹെർ ഫ്രാൻറ്റിക്കലി swallowing his share. For there was no time to chew. Stood നിന്നു. Beside അരികിൽ. Frantically ഭ്രാന്തമായി അല്ലെങ്കിൽ ഭ്രാന്തി പിടിച്ച പോലെ. Swallowing വിഴുങ്ങുക. Chew ചവയ്ക്കുക. അപ്പു stood beside her frantically swallowing his share. അപ്പു ദുർഗയുടെ അടുത്ത് തന്നെ നിന്നിട്ട് വളരെ വേഗത്തിൽ ഭ്രാന്ത് പിടിച്ച പോലെ അത് മാങ്ങാച്ചാറ് മിഴുങ്ങാൻ തുടങ്ങി. For there was no time to chew. കാരണം അവിടെ ചവച്ച് കഴിക്കാനുള്ള സമയമില്ലായിരുന്നു. കാരണം ദുർഗയുടെ അമ്മ അറിഞ്ഞിട്ടില്ല. അമ്മ അറിഞ്ഞതിൽ ഈ മാങ്ങ പോയി
എടുത്തുകൊണ്ട് വന്നതും അച്ചാറിട്ടതൊക്കെ അറിഞ്ഞാൽ ചീത്ത പറയും. അതുകൊണ്ട് തന്നെ അമ്മ വരുന്നതിന് മുമ്പ് തിന്നു തീർക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് ചവയ്ക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വിഴുങ്ങാൻ തുടങ്ങി. ആസ് ഹി എയ്റ്റ് ഹി സ്മൈൽഡ് എ ഗിൽറ്റി സ്മൈൽ അറ്റ് ഹിസ് സിസ്റ്റർ. എയ്റ്റ് കഴിച്ചു, സ്മൈൽഡ് ചിരിച്ചു, ഗിൽറ്റി കുറ്റബോധം, ഗിൽറ്റി സ്മൈൽ ഒരു കള്ളച്ചിരി, സിസ്റ്റർ ചേച്ചി. ആസ് ഹി എയ്റ്റ് ഹി സ്മൈൽഡ് എ ഗിൽറ്റി സ്മൈൽ അറ്റ് ഹിസ് സിസ്റ്റർ. അപ്പുവിൻ്റെ കയ്യിലുള്ള അച്ചാർ മുഴുവനും തിന്നു കഴിഞ്ഞപ്പോൾ ദുർഗയെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു, ഒരു കുറ്റബോധത്തോടെ അല്ലെങ്കിൽ ഒരു കള്ളച്ചിരി ചിരിച്ചു. യു ലിറ്റിൽ മങ്കി, ഷീ സെഡ് ടു ഹർ ബ്രദർ, വൈ ഡോണ്ട് യു വൈപ്പ് യുവർ ഫേസസ് ക്ലീൻ. ലിറ്റിൽ ചെറിയ, മങ്കി കുരങ്ങൻ, സെഡ് പറഞ്ഞു, ബ്രദർ സഹോദരൻ, വൈപ്പ് തുടയ്ക്കുക, ഫേസ് മുഖം, ക്ലീൻ വൃത്തിയുള്ള, സോൾട്ട് ഉപ്പ്. യു ലിറ്റിൽ മങ്കി, ഷീ സെഡ് ടു ഹർ ബ്രദർ. ദുർഗ അപ്പുവിനെ വിളിക്കുകയാണ്. യു ലിറ്റിൽ മങ്കി, നീ ചെറിയ കൊരങ്ങ അല്ലെങ്കിൽ കൊരങ്ങ എന്ന് വിളിക്കുകയാണ്, ദേഷ്യത്തോടെ വിളിക്കുകയാണ്. വൈ ഡോണ്ട് യു വൈപ്പ് യുവർ ഫേസ് ക്ലീൻ. എന്താണ് നിന്റെ മുഖം തുടയ്ക്കാത്തത്? ദർ ഈസ് സോൾട്ട് ഓൾ ഓവർ യുവർ ഫേസ് ഈവൺ നൗ. ഇപ്പോഴും നിന്റെ മുഖത്ത് പലയിടത്തും ഉപ്പിന്റെ അംശമുണ്ട്, ഉപ്പിന്റെ തരികളുണ്ട്. ദെൻ പുട്ടിംഗ് ഓൺ എ മോസ്റ്റ് ഇന്നസെന്റ് എക്സ്പ്രഷൻ ഷീ എൻറ്റേർഡ് ദ ഹൗസ്. പുട്ടിംഗ് ഇടുക, ഇന്നസെന്റ് നിഷ്കളങ്കമായ, എക്സ്പ്രഷൻ ഭാവങ്ങൾ, എൻറ്റേർഡ് പ്രവേശിച്ചു, ഹൗസ് വീട്. ദെൻ പുട്ടിംഗ് ഓൺ എ മോസ്റ്റ് ഇന്നസെന്റ് എക്സ്പ്രഷൻ ഷീ എൻറ്റേർഡ് ദ ഹൗസ്. ഇതെല്ലാം ചെയ്ത് ദുർഗ അപ്പുവിനെ ചീത്തയെല്ലാം പറഞ്ഞ് മുഖമെല്ലാം തുടയ്ക്കാൻ ആവശ്യപ്പെട്ടതിന് ശേഷം വളരെ നിഷ്കളങ്കമായ ഭാവത്തോടുകൂടി ദുർഗ വീട്ടിലോട്ട് കയറി. വാട്ട് ഈസ് ഇറ്റ് മാ ആസ്ക്ഡ് ദുർഗ. എന്നിട്ട് ദുർഗ ചോദിക്കണം, ആസ്ക്ഡ് ചോദിച്ചു. ദുർഗ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഇറ്റ് മാ, അമ്മ എന്താണ്? ആൻഡ് വേർ ഹാഡ് യു ഗോൺ എ വണ്ടറിങ്. വണ്ടറിങ് മേ ഐ നോ ആസ്ക്ഡ് സർബോജ. ആൻഡ് വേഴ്സ് ദാറ്റ് മങ്കി ഗോൺ. വേർ എവിടെ, ഗോൺ പോയി, വണ്ടറിങ് അലഞ്ഞു തിരിയുക, ആസ്ക്ഡ് ചോദിച്ചു, മങ്കി കുരങ്ങൻ. ആൻഡ് വേർ ഹാഡ് യു ഗോൺ എ വണ്ടറിങ് മേ ഐ നോ ആസ്ക്ഡ് സർബോജ. അപ്പം സർബോജ അവരുടെ അമ്മ സർബോജ ചോദിക്കുകയാണ് ദുർഗയോട്, നിങ്ങൾ എവിടെയാണ് പോയത്, എവിടെയാണ് അലഞ്ഞു തിരിയാൻ പോയത്? ആൻഡ് വേഴ്സ് ദാറ്റ് മങ്കി ഗോൺ, എവിടെയാണ് ആ കുരങ്ങൻ പോയത്? ഇവിടെ കുരങ്ങൻ എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ അനിയനായ ദുർഗയുടെ അനിയനായ അപ്പുവിനെയാണ്. ഐ ആം ഹംഗ്രി മാ അനൗൺസ്ഡ് അപ്പു അപ്പിയറിംഗ് സഡൻലി. ഹംഗ്രി വിശക്കുന്നു, അനൗൺസ്ഡ് പ്രഖ്യാപിച്ചു, അപ്പിയറിംഗ് പ്രത്യക്ഷപ്പെടുക, സഡൻലി പെട്ടെന്ന് അപ്പു അവിടെ വന്നുകൊണ്ട് അപ്പു അമ്മയോട് പറയാണ്, അമ്മ എനിക്ക് വളരെയധികം വിശക്കുന്നുണ്ട്. നൗ ഹോൾഡ് ഓൺ ലെറ്റ് മീ ടേക്ക് എ ബ്രീത്ത്. ബ്രീത്ത് ശ്വാസം. നൗ ഹോൾഡ് ഓൺ ലെറ്റ് മീ ടേക്ക് എ ബ്രീത്ത്. അപ്പോൾ അമ്മ പറയാണ്, കുറച്ചു നേരം വിശപ്പ് സഹിച്ചിരിക്കെ ഞാനൊന്ന് ശ്വസിച്ചോട്ടെ. ഓ ദുർഗ, ഗോ ആൻഡ് ചെക്ക് ഓൺ ദ കാഫ് വിൽ യു, ഇറ്റ്സ് ബീൻ ലോയിങ് എവേ. ചെക്ക് പരിശോധിക്കുക, കാഫ് പശുക്കുട്ടി. ദുർഗ, ഗോ ആൻഡ് ചെക്ക് ഓൺ ദ കാഫ് വിൽ യു, ഇറ്റ്സ് ബീൻ ലോവിങ് എവേ. ദുർഗയോട് അമ്മ പറയുകയാണ്, ദുർഗ നീ പോയി ആ പശുക്കുട്ടിയെ നോക്ക്, ആ പശുക്കുട്ടി കരയുന്നുണ്ട്. എ ലിറ്റിൽ ലേറ്റർ വെൻ ഷീ സാറ്റ് ഡൗൺ ഇൻ ദ വരാന്ത ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ കിച്ചൺ ടു കട്ട് അപ്പ് എ കുക്കുംബർ ഫോർ ദ ചിൽഡ്രൻ, അപ്പു ഫ്ലോപ്പ് ഡൗൺ നെക്സ്റ്റ് ടു ഹർ. ലിറ്റിൽ കുറച്ച്, ലേറ്റർ പിന്നീട്, സാറ്റ് ഇരുന്നു, ഫ്രണ്ട് മുന്നിൽ, കിച്ചൺ അടുക്കള, കട്ട് മുറിക്കുക, കുക്കുംബർ വെള്ളരിക്ക, ചിൽഡ്രൻ കുട്ടികൾ, ഫ്ലോപ്പ് ഡൗൺ താഴെ ഇരുന്നു എന്നൊക്കെ അർത്ഥം. എ ലിറ്റിൽ ലേറ്റർ വെൻ ഷീ സാറ്റ് ഡൗൺ ഇൻ ദ വരാന്ത ഇൻ ഫ്രണ്ട് ഓഫ് ദ കിച്ചൺ ടു കട്ട് അപ്പ് എ കുക്കുംബർ ഫോർ ചിൽഡ്രൻ, അപ്പു ഫ്ലോപ്പ് ഡൗൺ നെക്സ്റ്റ് ടു ഹർ. കുറച്ചു നേരം കഴിഞ്ഞ് അടുക്കളയ്ക്ക് മുന്നിലുള്ള വരാന്തയിൽ അമ്മ ഇരുന്നു.
നമ്മുടെ കയ്യിൽ ഒരു വെള്ളരിക്കയുണ്ട്, കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഒരു വെള്ളരിക്കയുണ്ട്. അത് കണ്ടപ്പോൾ അപ്പു നമ്മുടെ അടുത്ത് വന്ന് കിടന്നു. Ma, do take some more of that white stuff out of the cucumber. It sticks in my mouth, he said. White, വെളുത്ത. Stuff, സാധനം അല്ലെങ്കിൽ വസ്തു എന്നൊക്കെ അർത്ഥം. Sticks, ഒട്ടിപ്പിടിക്കുക. Mouth, വായ. Ma, do take some more of that white stuff out of the cucumber. It sticks in my mouth, he said. അപ്പോൾ അപ്പു അമ്മയോട് പറയാണ്, അമ്മ ആ കുക്കുംബർ വെള്ളരിക്കയുടെ ഉള്ളിലുള്ള വെളുത്ത ഭാഗം കുറച്ചും കൂടി നീക്കം ചെയ്യൂ, അല്ലെങ്കിൽ അത് എൻ്റെ വായിൽ ഒട്ടും. ദുർഗ സ്പ്രെഡ് ഔട്ട് ഹെർ പാം ടു ഗെറ്റ് ഹെർ ഷെയർ ആൻഡ് ആസ്ക്ഡ് എ ലിറ്റിൽ ഹെസിറ്റൻ്റ്ലി, ഇസ്ൻ്റ് ഇറ്റ് ദർ എനി മോർ ഓഫ് റൈസ് ഫ്രൈ മാ? പാം കൈപ്പത്തി, ഷെയർ ഭാഗം, ആസ്ക്ഡ് ചോദിച്ചു, ഹെസിറ്റൻ്റ്ലി മടിയോടെ, റൈസ് അരി, എനിമോർ ഇനിയും. ദുർഗ സ്പ്രെഡ് ഔട്ട് ഹെർ പാം ടു ഗെറ്റ് ഹെർ ഷെയർ ആൻഡ് ആസ്ക്ഡ് എ ലിറ്റിൽ ഹെസിറ്റൻ്റ്ലി, ഇസ്ൻ്റ് ദർ എനി മോർ ഓഫ് ദ റൈസ് ഫ്രൈ മാ? ദുർഗ കൈ നീട്ടിക്കൊണ്ട് ദുർഗയുടെ ഷെയർ കുക്കുംബർ കിട്ടാൻ വേണ്ടി കൈ നീട്ടി. എന്നിട്ട് കുറച്ച് മടിയോട് ചോദിക്കുകയാണ്, കുറച്ച് അരിയുണ്ടോ, ഇനിയും റൈസ് ഫ്രൈ അല്ലേ, ഇനിയും അരി, ഇനിയും ചോറ് ഉണ്ടോ? ഹൗ ഇറ്റ്സ് പോസിബിൾ, ഓൾ ദോസ് ടാർട്ട് മാംഗോസ് ഹാവ് സെറ്റ് മൈ ടീത്ത് ഓൺ എഡ്ജ് ബിഗാൻ അപ്പു. ഇമ്പോസിബിൾ, അസാധ്യം. ടാർട്ട് മാംഗോസ്, എരിവുള്ള മാങ്ങകൾ. ടീത്ത്, പല്ലുകൾ. എഡ്ജ്, അറ്റത്ത്, അറ്റം അല്ലെങ്കിൽ അരികിൽ എന്നൊക്കെ അർത്ഥം. ബിഗാൻ, തുടങ്ങി. ഓ ഇറ്റ്സ് ഇമ്പോസിബിൾ, ഓൾ ദോസ് ടാർട്ട് മാംഗോസ് ഹാവ് സെറ്റ് മൈ ടീത്ത് ഓൺ എഡ്ജ് ബിഗാൻ അപ്പു. അപ്പു സംസാരിച്ചു തുടങ്ങുകയാണ്. ആ എരിവുള്ള മാങ്ങ എൻ്റെ പല്ലിൽ എല്ലാവരെയും ഒട്ടിപ്പിടിച്ചു. ഹീ സ്റ്റോപ്ഡ് അബ്രപ്റ്റ്ലി വെൻ ഹീ സോ ദുർഗ ഫ്ലോണിങ് ആൻഡ് വിങ്കിങ് അറ്റ് ഹിം. സ്റ്റോപ്ഡ്, നിർത്തി. അബ്രപ്റ്റ്ലി, പെട്ടെന്ന്. സോ, കണ്ടു. ഫ്ലോണിങ്, നെറ്റിച്ചുളിക്കുക. വിങ്കിങ്, കണ്ണ് ചിമ്മുക. ഹി സ്റ്റോപ്ഡ് അബ്രപ്റ്റ്ലി വെൻ ഹി സോ ദുർഗ ഫ്ലോയിങ് ആൻഡ് വിങ്കിങ് അറ്റ് ഹിം. പെട്ടെന്ന് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയെങ്കിലും പെട്ടെന്ന് നിർത്തി. ദുർഗ അപ്പുവിനെ നോക്കി നെറ്റി ചുളിക്കാനും കണ്ണ് ചിമ്മാനും തുടങ്ങിയപ്പോൾ അപ്പു പറഞ്ഞു തുടങ്ങിയ കാര്യം നിർത്തി. കാരണം അമ്മയ്ക്കറിയില്ല ഈ മാങ്ങ കൊണ്ടുവന്ന് അച്ചാറിട്ട കാര്യം. അപ്പു ചെറിയ കുട്ടിയായതുകൊണ്ട് അവനെ ഓർമ്മയില്ലാതെ പറഞ്ഞു തുടങ്ങിയതാണ് മാങ്ങ അച്ചാറിട്ട് കഴിച്ച കാര്യമൊക്കെ. അപ്പം അത് അറിഞ്ഞാൽ ദുർഗയുടെ അമ്മ ചീത്ത പറയും. അതുകൊണ്ട് തന്നെ ദുർഗ കണ്ണുകൊണ്ടും അതുപോലെ തന്നെ നെറ്റി ചുളിച്ചുമൊക്കെ അത് അപ്പുവിനെ അറിയിക്കുകയാണ്. വേർ ഡിഡ് യു ഗെറ്റ് മാംഗോസ് ഫ്രം ആസ്ക്ഡ് ഹിസ് മദർ. അപ്പം അമ്മ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എവിടുന്നാണ് മാങ്ങ കിട്ടിയത്? അപ്പു വാസ് അഫ്രൈഡ് ടു ടെൽ ദ ട്രൂത്ത്. ഹി ലുക്ക്ഡ് ക്വസ്റ്റ്യനിങ്ലി അറ്റ് ഹിസ് സിസ്റ്റർ വണ്ടറിങ് വാട്ട് ടു റിപ്ലൈ. അഫ്രൈഡ്, പേടിച്ചു. ടെൽ, പറയുക. ട്രൂത്ത്, സത്യം. ലുക്ക്ഡ്, നോക്കി. ക്വസ്റ്റ്യനിങ്ലി, ചോദ്യചിഹ്നമായി. സിസ്റ്റർ, സഹോദരി. വണ്ടറിങ്, അത്ഭുതപ്പെടുക. റിപ്ലൈ, മറുപടി. അപ്പു വാസ് അഫ്രൈഡ് ടു ടെൽ ദ ട്രൂത്ത്. ഹി ലുക്ക്ഡ് ക്വസ്റ്റ്യനിങ്ലി അറ്റ് ഹിസ് സിസ്റ്റർ വണ്ടറിങ് വാട്ട് ടു റിപ്ലൈ. അപ്പുവിന് ഇത് കേട്ടപ്പോൾ അപ്പുവിന് സത്യം പറയാൻ പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പു സഹോദരിയെ വളരെയധികം ആശ്ചര്യത്തോടുകൂടിയും അല്ലെങ്കിൽ ഇനി എന്ത് മറുപടി പറയും എന്ന് അറിയാതെ അപ്പു ദുർഗയെ നോക്കി. കാരണം അപ്പുവിൻ്റെ വായിന്ന് അറിയാതെ വന്നതാണ് ഈ മാങ്ങ കഴിച്ചത് പല്ലിൽ ഒട്ടി എന്നുള്ളത്. അത് അപ്പു പറയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ അപ്പു ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. പക്ഷെ അമ്മ അത് തിരിച്ചെടുത്ത് ചോദിച്ചപ്പോൾ അപ്പുവിനത് പറഞ്ഞത് അബദ്ധമായി എന്ന് തോന്നി. സർബോജിയ ടേൺ ടു ഹെർ ഡോട്ടർ ആൻഡ് ഡിമാൻഡഡ്, സോ യു ഹാഡ് ഗോൺ ഔട്ട് എഗെയിൻ. ടേൺഡ്, തിരിഞ്ഞു. ഡോട്ടർ, മകൾ. ഡിമാൻഡഡ്, ആവശ്യപ്പെട്ടു. ഗോൺ, പോയി. എഗെയിൻ, വീണ്ടും. സർബോജിയ
turned to her daughter and demanded, "So you had gone out again?" സർബോജ അല്ലെങ്കിൽ ദുർഗയെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. "So you had gone out again?" അപ്പോൾ നീ വീണ്ടും പുറത്തോട്ട് പോയി അല്ലേ? ദുർഗ പെയിൽഡ്. പെയിൽഡ് വിളറുക. ദുർഗ പെയിൽഡ്. ദുർഗ പേടിച്ച് ദുർഗ ഒരു വിളറിയ പോലെ ആയി. Ask him, "I was just there by the jackfruit tree and then just as you called." Ask him, അവനോട് ചോദിക്കൂ. I was just there by the jackfruit tree and then just as you called. അവനോട് വേണമെങ്കിൽ അപ്പുവിനോട് ചോദിച്ചോളൂ, ഞാൻ ഇത്രയും നേരം ആ പ്ലാവിൻ്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. Fortunately, the conversation was cut short by the entry of milkwoman Shorno. Fortunately, ഭാഗ്യവശാൽ. കോൺവെർസേഷൻ സംഭാഷണം. കട്ട് മുറിയുക. കട്ട് ഷോർട്ട് ചുരുക്കി. എൻട്രി പ്രവേശനം. മിൽക്ക് വുമൺ പാൽക്കാരി. ഷൊർണോ പാല് കറക്കാൻ വരുന്നവരുടെ പേരാണ് ഷൊർണോ. ഫോർച്ചുനേറ്റ്ലി ദ കോൺവെർസേഷൻ വാസ് കട്ട് ഷോർട്ട് ബൈ ദ എൻട്രി ഓഫ് ദ മിൽക്ക് വുമൺ ഷൊർണോ. ഭാഗ്യവശാൽ ആ സമയത്ത് പാല് കറക്കാനായിട്ട് അവിടുത്തെ ഷൊർണോ എന്ന് പറയുന്ന സ്ത്രീ വന്നു. അവരുടെ വരവോടുകൂടി ആ ഒരു സംഭാഷണം അവിടെ നിന്നു. ഷീ ഹാഡ് കം ടു മിൽക്ക് ദെയർ കൗ. മിൽക്ക് പാൽ, കൗ പശു. അവിടുത്തെ പശുവിനെ കറക്കാനാണ് വന്നിരിക്കുന്നത്. ഗോ ക്യാച്ച് ദ കോഫ് സെഡ് സർബോജയ ടു ഹർ ഡോട്ടർ. ക്യാച്ച് പിടിക്കുക. കാഫ് പശുക്കുട്ടി. സെഡ് പറഞ്ഞു. ഗോ ക്യാച്ച് ദ കോഫ് സെഡ് സർബോജയ ടു ഹർ ഡോട്ടർ. സർബോജയ മകളായ ദുർഗയോട് പറയാണ്, പോയി ആ പശുക്കുട്ടിയെ കെട്ടിയിട്. അപ്പു ഫോളോഡ് ഹിസ് സിസ്റ്റർ ഔട്ട് ടു വാച്ച് ദ കൗ ബീങ് മിൽക്ക്ഡ്. ഫോളോഡ് പിന്തുടർന്നു. വാച്ച് കാണുക. മിൽക്ക്ഡ് കറക്കുക. അപ്പു ഫോളോഡ് ഹിസ് സിസ്റ്റർ ഔട്ട് ടു വാച്ച് ദ കൗ ബീങ് മിൽക്ക്ഡ്. അപ്പു ചേച്ചിയുടെ പുറകെ പോയി. പശുവിനെ കറക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പു ചേച്ചിയുടെ പുറകെ പോയി. ആസ് സൂൺ ആസ് ഹി ജസ്റ്റ് സ്റ്റെപ്ഡ് ഇൻ ടു ഔട്ടർ കോർട്ട്യാർഡ്, ദുർഗ ലാൻഡഡ് ഹിം എ സ്മാർട്ട് ബ്ലോ ഓൺ ഹിസ് ബാക്ക്. സൂൺ പെട്ടെന്ന്. സ്റ്റെപ്ഡ് ചൂട് വെച്ചു അല്ലെങ്കിൽ കാൽ വെച്ചു എന്നൊക്കെ അർത്ഥം. ഔട്ടർ കോർട്ട്യാർഡ് ഔട്ടർ പുറത്ത്, കോർട്ട്യാർഡ് മുറ്റം. ബ്ലോ അടിക്കുക. ബാക്ക് പുറകിൽ. As soon as he stepped into the outer courtyard, Durga landed him a smart blow on his back. അപ്പു പുറത്തെ മുറ്റത്തോട്ട് കയറിയതും ദുർഗ അപ്പുവിൻ്റെ പുറത്ത് തല്ലി. You wretched monkey. She made faces at him and mimicked him. മങ്കി കുരങ്ങൻ. You wretched monkey. ദുർഗ അപ്പുവിനെ ചീത്ത പറയാണ്, നീ കുരങ്ങ. She made faces at him and mimicked him. Faces മുഖം. Mimicked അനുകരിച്ചു. ദുർഗ അപ്പുവിനെ നോക്കി ഓരോന്ന് കോപ്രായങ്ങൾ കാണിക്കാൻ തുടങ്ങി. All those tart mangoes have set my teeth on edge. Dumbo, no brains at all. Brain തലച്ചോറ്. എന്നിട്ട് അപ്പുവിനെ മുമ്പ് അമ്മയോട് പറഞ്ഞ ആ വാക്കുകൾ വീണ്ടും പറഞ്ഞ് കളിയാക്കാണ്. ആ എരിവുള്ള മാങ്ങ എൻ്റെ പല്ലിൽ ഒട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കാണ്. നോ ബ്രെയിൻസ് അറ്റ് ഓൾ. നിനക്ക് ഒട്ടും തന്നെ തലച്ചോറില്ല, അല്ലെങ്കിൽ നിനക്ക് ഒട്ടും തന്നെ ബുദ്ധിയില്ല. അപ്പം അപ്പുവിനെ അപ്പോൾ അവിടെ അറിയാതെ പറഞ്ഞാണെങ്കിലും ആ ഒരു കാര്യത്തെ വീണ്ടും വീണ്ടും പറഞ്ഞ് ദുർഗ അപ്പുവിനെ കളിയാക്കാണ്. എന്നിട്ട് അപ്പുവിൻ്റെ അടുത്ത് പറയാണ്, നോ ബ്രെയിൻസ് അറ്റ് ഓൾ. നിനക്ക് ബുദ്ധിയേ ഇല്ല, അല്ലെങ്കിൽ നിനക്ക് തലച്ചോറ് ഇല്ല.